പുൽപ്പള്ളിയിൽ കോൺഗ്രസ് ബി.ജെ.പി. കൂട്ടുകെട്ട് വെളിപ്പെടുത്തിയ എം.ടി. കരുണാകരനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ മണ്ഡലം പ്രസിഡന്റിനെ ഉൾപ്പെടെ സംരക്ഷിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ തീരുമാനം. പുൽപ്പള്ളിയിൽ യു.ഡി.എഫ്. ബി.ജെ.പി. ബന്ധം പരസ്യമായതോടെ സ്ഥിരം സമിതികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോട് രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2 പ്രതിനിധികൾ രാജിവെച്ചു. ക്ഷേമകാര്യ വികസന സമിതിയിലെ മത്സരത്തിൽ വിട്ടുനിൽക്കാൻ ലീഗും തീരുമാനിച്ചു. നാടകീയ രംഗങ്ങളാണ് പുൽപ്പള്ളി പഞ്ചായത്തിൽ അരങ്ങേറിയത്. കോൺഗ്രസ് ലീഗ് ബി.ജെ.പി. സഖ്യം സ്ഥിരം സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. LDF 9, UDF 8, ബി.ജെ.പി. 4 എന്നിങ്ങനെയായിരുന്നു പുൽപ്പള്ളിയിലെ കക്ഷിനില. വികസന സമിതിയിലേക്കും ആരോഗ്യ വിദ്യാഭ്യാസ സമിതിയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ NDA വോട്ടടക്കം 12 വോട്ട് നേടി UDF അംഗങ്ങൾ സമിതിയിലെത്തി. NDA മത്സരിച്ച ക്ഷേമകാര്യ സമിതിയിലേക്ക് UDF മത്സരിച്ചില്ല. ബി.ജെ.പി. സ്ഥാനാർത്ഥി സമിതിയിലേക്കെത്തി. ലീഗ് ബി.ജെ.പി. ബന്ധവും കോൺഗ്രസ് ബി.ജെ.പി. ബന്ധവും വലിയ വാർത്തയായതോടെ ലീഗ് കോൺഗ്രസ് ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അണികളിൽ പ്രശ്നമുണ്ടാകുമെന്ന് ഭയന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ലീഗ് തീരുമാനമെടുത്തു. KPCC ജനറൽ സെക്രട്ടറി KL പൗലോസ് നേതൃത്വം നൽകിയായിരുന്നു UDF ബി.ജെ.പി. ബാന്ധവം. UDF പഞ്ചായത്ത് അംഗം M.T. കരുണാകരൻ ഇത് വെളിപ്പെടുത്തിയതോടെ വെട്ടിലായ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കാൻ പ്രതിനിധികളോട് ആവശ്യപ്പെടുകയായിരുന്നു. UDF ബി.ജെ.പി. സഖ്യത്തിൽ സ്ഥിരം സമിതിയിലേക്ക് കയറിയ 2 UDF പ്രതിനിധികളും ഇതോടെ രാജിവെച്ചു. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.